ഷോർട്ടായിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കാരണം ഇവളുടെ ഈ ഒരു റെസിപ്പി അടിപൊളിയാണ്. സത്യം പറയണേ, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നഷ്ടാവില്ല. അപ്പോൾ ഉണക്കച്ചെമ്മീൻ്റെ തല അവൾ കുറച്ച് എടുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അവൾ പറഞ്ഞത് അവളുടെ റെസിപ്പിന്നാണ്. എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ, പക്ഷെ ഇത് അടിപൊളിയാണ്. ഞാൻ സത്യം പറയണേ, നല്ല ടേസ്റ്റാണിത്. ഞാൻ ഇത് കൂട്ടി നോക്കിയിട്ട് ഞാനാ പറഞ്ഞത് അവളോട്, എടി നീ ഉണ്ടാക്കാൻ ഞാൻ വീഡിയോ എടുക്കട്ടെ യൂട്യൂബിലിടാന്ന്. അപ്പോൾ എന്തായാലും അവൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഉണക്കച്ചെപ്പിൻ്റെ തല കിള്ളി മാറ്റി പാതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് ഉള്ളി അപ്പോൾ അവൾ ഒരു സവാള കുഞ്ഞി സവാള അരിഞ്ഞത്, പിന്നെ ഒരു ഇത്രയും ഉള്ളി. അപ്പോൾ ഇതെല്ലാം കൂടെ അരിയാൻ പോണേണാടി, ചതക്കാൻ പോണേണ് മിക്സിയിലിട്ടിട്ട്. ആദ്യം ഈ തല വെളിച്ചെണ്ണയിൽ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഇത് അവളുടെ റെസിപ്പിയാണെന്നാണ് പറയണത്. പക്ഷെ ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവൾ ചീനച്ചട്ടിന്ന് നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ തല എല്ലാം കൂടെ ഒരു ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ്റെ തല മൊത്തം അവൾ മിക്സിയിലിട്ടിട്ട് ചതച്ച് അരച്ചെടുത്തെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയണ്ടല്ലോ. അപ്പോൾ മിക്സിയിലിട്ട് ഉണക്കച്ചെമ്മീൻ്റെ തലയെല്ലാം അവൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടിയിലുള്ളതും കൂടെ വടിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് അവള് അരിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സവാള, ഉള്ളി ഒക്കെ കൂടെ, എത്ര ഉള്ളി ഇട്ടിട്ടുണ്ട്? 1 2 3 4. എടി ഇതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ വേണം? ഉള്ളി സവാള എടുക്കണത് ഈ തലേന്റെ ഇതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കണം. ഇഷ്ടമുള്ള പോലെ. ഇപ്പൊ 2 പാക്കറ്റ് ചെമ്മീനത്തിനാണെങ്കിൽ ഒരു സവാളയും 3-4 ഉള്ളിയൊക്കെ മതിയാവും. എന്ന് വെച്ചാല് അധികം ഉള്ളി കൂട്ടിയാൽ ഭയങ്കര ഇതാവും. ഈ തലന്റെ ഇത് മുന്തി നിക്കണം. തുള്ളി ഇട്ടാൽ മതി. നല്ല എരിവുള്ള ഇടിച്ചപ്പോഴാണ് തുള്ളി ഇട്ടു. ഇനി അതിലോട്ട് ഒരു കഷ്ണം വാളംപുള്ളി ഇടാൻ വേണ്ടി പോണേണ് അവള്. ഒരു കഷ്ണം വാളംപുള്ളി. ഒന്നും പറയണ്ട, വാളംപുളി ഇടാൻ നോക്കിയിട്ട് വാളംപുളി കയ്യിൽ കിട്ടണ്ടല്ല, അത്ര കുറച്ചിരിക്കണമെന്ന് ഞാൻ എങ്ങനെയോ ഒക്കെ എടുത്തതാണ്. അപ്പം 3 കുരു വാളംപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അരച്ച് എടുക്കാൻ വേണ്ടി പോണേ. നോക്കട്ടെ, അടിപൊളി സൂപ്പർ. കുമ്പളിയൊക്കെ ഉണ്ട് ചോദിച്ചിട്ടുണ്ട്. എന്നാ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരച്ച് വെച്ച അരപ്പ് ഒന്നും കൂടെ ഇതിലിട്ടിട്ട് മൂപ്പിക്കാൻ വേണ്ടി പോണേ കേട്ടോ. ഇവളിത് മൂപ്പിച്ചിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ്. ഇത് ഒരു മുരിഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മുടെ ചമ്മന്തി അടിപൊളിയായിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഈ രാത്രി ആയിട്ടാണ് നമ്മുടെ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവള് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോർമൽ ചോറൊക്കെ ഇട്ട് തിന്നതാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ടാറ്റാ.